ഹലോ എവരിവൺ, ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കപ്പ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതിനായി 1 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കപ്പ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. കപ്പ നമുക്ക് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് കപ്പ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, അപ്പോൾ വെന്തുടഞ്ഞു പോവും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വേവുന്നതിനുള്ള വെള്ളം മാത്രം മതി. കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. നാല് വിസിലായപ്പോൾ തന്നെ ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കായി അരമുറി തേങ്ങയും 4-5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങയൊക്കെ മിക്സിയിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമേ നമ്മൾ വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേവ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഈ കപ്പ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കുടംപുളിയിലിട്ട് നല്ലൊരു ഫിഷ് കറി കൂടി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി കോമ്പിനേഷനായി കപ്പയും ഫിഷ് കറിയും കൂടി കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ കപ്പ ഒന്ന് ഫുള്ളൊന്നിങ്ങനെ പൊടിച്ചെടുക്കണം. ഇനി നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കടുകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് താളിച്ച് കൊടുക്കണം. അതിനായിട്ടൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീയൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.